പവനതനയചേത പങ്കജാർക്കം മുനീന്ദ്രൈരനുദിനമനുസേവ്യം കോമളം ശ്യാമളാംഗം ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം കരധൃതശരചാപം നൗമി വില്വാദ്രിനാഥം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നാന്യാസ്പൃഹാ രഘുപതേ ഹൃദയേ സ്മദീയേ സത്യം വദാമി ച ഭവാനഖിലാന്തരാത്മാ ഭക്തിം പ്രയച്ഛ രഘുപുങ്കവനർഭരാം മേ കാമാദിദോഷരഹിതം കുരു മാനസം മേ. രാമകഥാമൃതത്തിൻ്റെ 9ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാമദാസനായ ഹനുമാന്റെ കഥയാണ് കേട്ടു തുടങ്ങിയത്. സുഗ്രീവൻ ഹനുമാനെ പറ്റി ഇപ്രകാരമാണ് പറയുന്നത്: ഇത്തരം ചൊല്ലുമമാത്യരുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ. നോക്കൂ, ഹനുമാൻ സുഗ്രീവനെ ഉപദേശിച്ചത് സഭാമധ്യത്തിലല്ല, രാജാവിനോട് സ്വകാര്യമായിട്ട് തന്നെയാണ്. രാജാവിനെ പരസ്യമായി അപമാനിച്ച് സ്വയം സമർത്ഥനാകാനല്ല മന്ത്രിയുടെ ശ്രമം. ആപത്ത് മുൻകൂട്ടി അറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കലാണ്. അകാമബുദ്ധയോ മന്ത്രതത്വാർത്ഥദർശിനോ മന്ത്രിണഃ എന്ന് അഥർവവേദം. അകാമബുദ്ധികളും മന്ത്ര തത്വാർത്ഥ ദർശികളുമായിരിക്കണം മന്ത്രിമാർ. സ്വാർത്ഥരഹിതമായ ബുദ്ധിയാണ് അവർക്ക് വേണ്ടത്. ഹേതുതഃ ശത്രുമിത്രേ ഭവിഷ്യത എന്ന് അർത്ഥശാസ്ത്രം. ഹേതുവിൽ നിന്ന്, കാരണത്തിൽ നിന്നാണ് ശത്രുമിത്രങ്ങൾ ഉണ്ടാകുന്നത്. ബാലിവധത്തിൽ സഹായിച്ചതിനാലാണ് സുഗ്രീവൻ രാമന് മിത്രമായി തീർന്നത്. അതിന് പ്രത്യുപകാരമായി സീതാന്വേഷണം സുഗ്രീവൻ ഏറ്റിരുന്നു. അതിന് ആലസ്യം വരുത്തുവാനിടയാകുന്നതാണ് ശത്രുതയുടെ കാരണം. ആപത്സു സ്നേഹയുക്തം മിത്രം. ആപത്ത് കാലത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്നവനാണ് മിത്രം. ഇവയെല്ലാം രാജ്യതന്ത്രപരമായ മന്ത്രണങ്ങളാണ്. ഭരണനിപുണനായ ഒരു മന്ത്രി അറിഞ്ഞിരിക്കേണ്ട നയപരമായ കാര്യങ്ങൾ. ഹനുമാൻ ആ തലത്തിലേക്കാണ് ഇവിടെ സന്ദർഭോചിതമായി ഉയരുന്നത്. ഹനുമാന്റെ ശ്രദ്ധേയമായ മറ്റൊരു വ്യക്തിത്വമാണിത്. ഓരോ സന്ദർഭത്തിലും അതിൻ്റെ ആവശ്യകതയും ഔചിത്യവും അറിഞ്ഞ് സ്വയം പെരുമാറുക എന്നുള്ളത് രാമായണത്തിലുടനീളം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. രാമായണത്തിൽ ഏറ്റവും പണ്ഡിതോചിതമായി സംസാരിക്കുന്നതും ഔചിത്യപൂർവം പെരുമാറുന്നതും ഹനുമാൻ തന്നെയാണ്. ശരീരത്തിലെ ശക്തി എത്ര ഉണ്ടോ അത്രയും വിവേകം ആ മനസ്സിനുമുണ്ട്. ഇവ രണ്ടും ഒരുമിക്കുക അപൂർവമാണ്. സീതാന്വേഷണത്തിനിടയിൽ വിശ്വകർമാവിന്റെ മകളായ ഹേമയുടെ തോഴി സ്വയംപ്രഭയുടെ ഗുഹയിൽ കയറി അവർക്ക് ശാപമോക്ഷം ലഭിക്കുമ്പോൾ അവരോട് യഥോചിതം സംസാരിക്കുന്നതും ഹനുമാനാണ്. സീതയെ കണ്ടെത്താതെ ചെന്നാൽ സുഗ്രീവൻ തങ്ങളെ കൊല്ലുമെന്നും തന്നോട് ബാലിയുടെ മകനെന്ന നിലയ്ക്ക് പണ്ടേ വിരോധമുണ്ടെന്നും ആയതിനാൽ തിരിച്ചു ചെല്ലാതെ സമുദ്രതീരത്ത് തന്നെ ജീവൻ വെടിയുകയുമാണെന്ന് പറഞ്ഞ് വിലപിച്ച അംഗദനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി
സമചിത്തതയോടെ നിജസ്ഥിതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും മാരുതിയുടെ വാക്കുകളാണ്. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു, ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്ത് വന്നടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിശേഷവും പൂർവബന്ധുക്കളിൽ വച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനായി കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. ഇവിടെ ഹനുമാന്റെ ഓരോ വാക്കും ഓരോ സുഭാഷിതങ്ങളാണ്. അത് കേവലം ഒരു നിമിഷത്തേക്കോ നിശ്ചിത സമയത്തേക്കോ ഉള്ളതല്ല. മാരുതവാണി കൽപ്പാന്തകാലത്തോളം നിലകൊള്ളുന്ന നിത്യ സത്യമാണ്. സീതാന്വേഷണത്തിൽ പുറപ്പെട്ടവർ സമുദ്രതീരത്തെത്തി. ലങ്കാദ്വീപിൽ വസിക്കുന്ന സീതയെ കണ്ടെത്താൻ സമുദ്രം കടക്കേണ്ടതുണ്ട്. അതാര് കടക്കും എന്ന ചിന്ത വന്നപ്പോൾ പലരും തങ്ങളുടെ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു, അവരവരുടെ ബലത്തെ കുറിച്ച് പറഞ്ഞു. 90 യോജന വരെ ചാടാൻ കഴിവുള്ളവരുണ്ട്. ത്രിവിക്രമനായ മഹാവിഷ്ണു 3 ലോകവും 3 ചുവടുകൊണ്ട് അളന്നെടുത്തപ്പോൾ പെരുമ്പറ മുഴക്കിക്കൊണ്ട് 21 വട്ടം ഭൂമിയെ പ്രദക്ഷിണം ചെയ്തും 10 നിമിഷം കൊണ്ട് ഭഗവാനെ 1 തവണ പ്രദക്ഷിണം ചെയ്തും ദിഗന്ധങ്ങൾ വിറപ്പിച്ച ജാമ്പവാനുണ്ട്. 100 യോജന ചാടാൻ കെൽപ്പുള്ള അങ്കദനുണ്ട്. പക്ഷേ തിരിച്ചു 100 യോജന കടക്കാൻ അയാൾക്കും അറിയില്ല. സമുദ്രലംഘന ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോഴും ഹനുമാൻ ഒന്നും ഉരിയാടാതെ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ജാമ്പവാനാണ് ഹനുമാന്റെ ശക്തിയെപ്പറ്റി അദ്ദേഹത്തെ ബോധവാനാക്കുന്നത്. ജനിച്ച മാത്രയിൽ തന്നെ ഭൂമിയിൽ നിന്നും 500 യോജന മേൽപോട്ട് ചാടിയ ആളാണ് ഹനുമാൻ. അതായത് 100 യോജന സമുദ്രം അരക്കാതം നടക്കുന്നതിന് തുല്യം എന്നർത്ഥം. എന്നാൽ തൻ്റെ ശക്തിയെപ്പറ്റി മറ്റുള്ളവരാണ് പറയേണ്ടത്, സ്വയമല്ല. എങ്കിലേ ആ ശക്തിയിൽ വിശ്വാസമുണ്ടാകും. ആത്മപ്രശംസയും മുഖസ്തുതിയും ഇഷ്ടപ്പെടുന്നയാളല്ല വാക്യപുത്രൻ. തൻ്റെ കരുത്ത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ മാരുതി തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കുകയുള്ളൂ. എന്താണ് ഈ സമുദ്രലംഘനം? സമുദ്രത്തെ സാധാരണ നീന്തിക്കടക്കാറുണ്ട്. ലംഘനമെന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൂലഗ്രന്ഥത്തിൻ്റെയും രചനാസമയത്ത് ഇതേപോലെ സമുദ്രലംഘനം എന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സമുദ്രത്തെ തരണം ചെയ്യുന്നതാണ് സമുദ്രലംഘനം, സമുദ്രത്തെ മറികടക്കുക. സാധാരണ സമുദ്ര തരണമാണ്, നീന്തിയാണ് സമുദ്രതരണം പതിവ്. എന്നാൽ ഹനുമാൻ നീന്തുകയല്ല ചെയ്തത്, ഉയർന്ന് ചാടിയാണ് സമുദ്രം കടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലേക്കും വരാം. ഹനുമാൻ സൂക്ഷ്മബുദ്ധിയുടെ പ്രതീകമാണ്. പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹനുമാന്റെ ജനനവും ജീവിതവും. പഞ്ചഭൂതാത്മകനായ പരമേശ്വരനാണ് ഹനുമാന്റെ പിതാവ്. വായു പഞ്ചഭൂതങ്ങളിലൊന്നാണ്. വായു സൂക്ഷ്മമാണ്. സൂര്യൻ ഹനുമാന്റെ ഗുരുവാണ്. സൂര്യൻ പ്രകാശമാണ്, പ്രകാശവേഗമാണ് ഹനുമാൻ. നിശ്ചലതയുടേതല്ല, ചലനത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. ശാരീരികവും മാനസികവുമായ ആ ചടുലതയാണ് മാരുതവേഗം. മാരുത തുല്യവേഗം മറ്റൊന്നിനില്ല. അത് സൂക്ഷ്മ ചലനത്തോടൊപ്പം സുഗമ ചടുലതയെയും കുറിക്കുന്നു. സമുദ്രം സംസാരസാഗരമാണ്. എല്ലാ മനുഷ്യരും സംസാരസാഗരം കടക്കേണ്ടതുണ്ട്.
ഗീതയിൽ പറയുന്നുണ്ട്, തേഷാം മനം സമുദ്ധർത്ത മൃത്യു സംസാര സാഗര. ആ സംസാര സാഗരത്തിലെ തിരമാലകളാണ് നമ്മുടെ ഉള്ളിലെ കാമമോഹാദികൾ. അതൊരിക്കലും നിലയ്ക്കുന്നില്ല. ആർത്തലച്ച് ജീവിതമാകുന്ന തീരത്തേക്ക് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. ജലജീവികൾ മനുഷ്യന്റെ ഉള്ളിലെ ദുരാഗ്രഹം, പക, ആർത്തി, അസൂയ, ഹിംസ തുടങ്ങിയവയാണ്. മനഃശക്തിയും ജാഗ്രതയുമില്ലാത്തവർക്ക് ഈ സംസാര സാഗരം നീന്തിക്കടക്കുക സാധ്യമല്ല. ഹനുമാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മനഃശക്തിയെയാണ് ജാമ്പവാൻ ഉണർത്തിയത്. സമുദ്രലംഘനം ഒരു ജീവിത പ്രക്രിയയാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുക സ്വാഭാവികം. അതിൽ മുങ്ങിത്താഴുകയല്ല വേണ്ടത്, അവയ്ക്ക് മീതെ സഞ്ചരിക്കുകയാണ് വേണ്ടത്. വാനരൻ പറക്കാറില്ല. ഹനുമാൻ പറവയെപ്പോലെ പറക്കുന്നത് പ്രതീകാത്മകമായിട്ടാണ്. മനുഷ്യ ജീവിതം താമര പോലെയാവണം. താമര പങ്കജമാണ്, ചെളിയിലുണ്ടായതാണ്. താമരയുടെ തണ്ട് ചെളിയിൽ ആഴ്ന്നിറങ്ങിയതാണ്. എന്നാൽ താമരയോ ആ ചെളിയിൽ സ്പർശിക്കാതെ തല ഉയർത്തി തന്റെ സൗന്ദര്യവും സൗരഭ്യവും ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊണ്ടാണ് ജീവിക്കുന്നത്. നമുക്ക് ചുറ്റും എത്ര മലീമസമായ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞാലും അതിൽ സ്പർശിക്കാതെ ശിരസ്സുയർത്ത് ജീവിക്കാൻ ശീലിക്കണമെന്നാണ് താമര പഠിപ്പിക്കുന്നത്. മാരുതി സമുദ്രത്തിൽ സ്പർശിക്കുന്നേയില്ല. കാമമോഹാദികളാകുന്ന തിരമാലകളിൽ വീഴുന്നില്ല. മാർഗമധ്യേ സുരസ ഹനുമാനെ വിഴുങ്ങാൻ വരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയാണ്. സുരസ എന്നാൽ രസമുള്ളത്. ഓരോ ജീവനും രസത്തെ തരണം ചെയ്യണം. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്യാ നിവർത്തതേ എന്ന്. നയപരമായിട്ടാണ് ഹനുമാൻ സുരസയെ നേരിടുന്നത്. തന്റെ ദൗത്യം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സുരസയുടെ വദനഗുഹത്തിൽ പ്രവേശിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. 20 യോജന വീതം തന്റെ ശരീരം സുരസ വലുതാക്കിയപ്പോൾ അതിനനുസരിച്ച് ഹനുമാനും സ്വന്തം ശരീരം വലിപ്പമുള്ളതാക്കി. സുരസ 50 യോജനയാക്കിയപ്പോൾ ഹനുമാൻ തന്റെ ശരീരം ഒരു പെരുവിരലോളം ചെറുതാക്കി വായിൽ കൂടി കടന്ന് വളരെ എളുപ്പം പുറത്തു കടന്നു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജീവിതത്തോടുള്ള സമീപനമാണിത് കാണിക്കുന്നത്. സന്ദർഭോചിതമായി നമുക്ക് സ്വയം ഉയരാനും താഴാനും കഴിയണം. നമുക്കുള്ള വലിപ്പം ചിലപ്പോൾ പുറത്തേക്ക് എടുക്കേണ്ടതായി വരും. ചിലപ്പോൾ ഉള്ളതിനേക്കാൾ എടുത്ത് പൊടുന്നനെ സ്വയം ചെറുതാകാനും കഴിയണം. ജീവിത വിജയത്തിന് ഇത് ആവശ്യമാണ്. യുദ്ധം എല്ലായിടത്തും വേണ്ട. പിന്നീട് ഹനുമാനെ എതിരേൽക്കുന്നത് മൈനാക പർവ്വതമാണ്. വായു ഭഗവാന്റെ സുഹൃത്തായ മൈനാക പർവ്വതം മാരുതിയുടെ ക്ഷീണമകറ്റി വിശ്രമിച്ചിട്ട് പോകാൻ ക്ഷണിക്കുന്നു. എന്നാൽ ആദ്യം തന്റെ ദൗത്യം കഴിഞ്ഞ് വിശ്രമമുള്ളൂ എന്നാണ് ഹനുമാന്റെ മറുപടി. ഒരു തരത്തിൽ ഇതൊരു പ്രലോഭനമാണ്. ഇത്തരം മൈനാകങ്ങൾ നമ്മുടെ മുന്നിൽ പ്രലോഭനങ്ങളുമായി വരും. അവയെ നമസ്കരിച്ച് തമസ്കരിക്കുകയാണ് വേണ്ടത്. ഗീത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ദ്രിയാണി പ്രമാധീനി ന ഹരന്തി പ്രസവം മനഃ. നമ്മുടെ ലക്ഷ്യം മറന്നുള്ള ഒരു പ്രലോഭനത്തിലും വീഴരുത് എന്നാണ് ഹനുമാൻ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ആ ഹനുമാന്റെ മാരുതി മാനേജ്മെന്റ് എന്ന് ആധുനിക കാലത്ത് വിളിക്കപ്പെടുന്നതായ ആ ഹനുമാന്റെ ബാക്കി ജീവിത ചരിതങ്ങൾ രാമകഥാമൃതത്തിലൂടെ നമുക്ക് അടുത്ത ദിവസം കേൾക്കാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം.